ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എങ്ങനെയാകും നമ്മുടെ സഞ്ചാരം? ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാനോ ഓടാനോ എന്തിന് കാല് പോലും ഉറപ്പിക്കാതെ നിൽക്കുന്ന അവസ്ഥ ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അല്ലേ? ഭൂമിക്ക് മുകളിൽ നമ്മൾ ആത്മവിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുന്നതിന് പിന്നിൽ ഗുരുത്വാകർഷണ ബലമാണ്. അതിന് പിന്നിലെ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടനും. ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും സ്റ്റഡിയായി ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഒരു സംശയം വന്നില്ലേ, അത്തരത്തിൽ ഗുരുത്വാകർഷണ ബലം പ്രവർത്തിക്കാത്ത സ്ഥലമുണ്ടോ എന്ന്? എന്നാൽ അങ്ങനെ ചില സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. പരിശോധിക്കാം. ആദ്യമായി തന്നെ നമ്മുടെ ഇന്ത്യയിലെ നാനേഘട്ട് റിവേഴ്സ് വാട്ടർഫോൾ. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നാനേഘട്ട് വാട്ടർഫോൾ. ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രധാന പ്രത്യേകത മുകളിലേക്ക് ഒഴുകുന്നു എന്നതാണ്. ഇതിന് പിന്നിൽ ഗുരുത്വാകർഷണത്തിന് എതിരായി ഒന്നുമില്ലെങ്കിലും ശക്തമായ കാറ്റാണ് ഈ പ്രതിഭാസത്തിന് കാരണം. അത് ജലത്തെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ത്യയിലെ തന്നെ അടുത്ത സ്ഥലമായ ഇന്ത്യയിലെ ലഡാക്കിലുള്ള മാഗ്നറ്റിക് ഹിൽ. ലേ കാർഗിൽ ബാൾട്ടിക് ദേശീയ പാതയിലാണ് ലഡാക്കിലെ മാഗ്നറ്റിക് ഹിൽ സ്ഥിതി ചെയ്യുന്നത്. സവിശേഷമായ ഒരു നിഗൂഢതയാണ് ഇവിടെ എത്തുന്ന ആളുകളെ കാത്തിരിക്കുന്നത്. വാഹനങ്ങളെ മുകളിലേക്ക് വലിക്കാൻ കഴിയുന്ന കാന്തിക ശക്തിയുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. വാഹനങ്ങൾ ന്യൂട്രലിൽ ആണെങ്കിലും സ്വയം സഞ്ചരിക്കുന്നത് സഞ്ചാരികൾക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു. ഇതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങൾ നിലവിലുണ്ടെങ്കിലും പ്രദേശത്തിന്റെ ലേ ഔട്ട് സൃഷ്ടിച്ച ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് ഇതിന് കാരണമായി പലരും അഭിപ്രായപ്പെടുന്നത്. അടുത്തത് അമേരിക്കയിലെ നെവാഡയിലെ ഹ്യൂവർ ഡാം അണക്കെട്ടിന് സമീപത്തായി ഒരു സ്ഥലത്ത് വെള്ളം ഒഴിക്കുന്നത് സകല പ്രതീക്ഷകളെയും തെറ്റിക്കും. കാരണം ഈ ഒരു പ്രത്യേക സ്ഥലത്ത് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം താഴോട്ട് പോകുന്നതിന് പകരം മുകളിലോട്ടാണ് സഞ്ചരിക്കുന്നത്. അണക്കെട്ടിന്റെ ഘടന സൃഷ്ടിക്കുന്ന ശക്തമായ അപ്പ് ഡ്രാഫ്റ്റുകളാണ് ഗുരുത്വാകർഷണത്തിന് എതിരായി വെള്ളം കൊണ്ടുപോകുന്ന ഈ പ്രതിഭാസത്തിനുള്ള കാരണം. മ്യാൻമറിലെ ദ ഗോൾഡൻ ബോർഡർ. കഴിഞ്ഞ 2500-ലേറെ വർഷങ്ങളായി ഗുരുത്വാകർഷണത്തെ എതിർത്ത് നിൽക്കുന്ന ഒന്നാണ് മ്യാൻമറിലെ ഗോൾഡൻ ബോർഡർ. സ്വർണ്ണപാളിയാൽ ഈ പാറ അലങ്കരിച്ചിരിക്കുന്നു. ഈ പാറയുടെ മുകളിലായി 49 അടി ഉയരമുള്ള ഒരു പഗോഡയുണ്ട്. ബുദ്ധന്റെ തലമുടിയിൽ പിടിച്ചിരിക്കുന്നതിനാൽ പാറയ്ക്ക് സന്തുലിതമായി തുടരാൻ കഴിയുന്നതെന്നാണ് ഒരു ഐതിഹ്യം. അതുപോലെ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു സ്ത്രീക്ക് മാത്രമേ പാറ ചലിപ്പിക്കാൻ കഴിയൂ എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പാറയെ തൊടുന്നതിനും മറ്റും സ്ത്രീകൾക്ക് വിലക്കുമുണ്ട്. ഫറോ ദ്വീപുകളിലെ റിവേഴ്സ് വെള്ളച്ചാട്ടം. സ്ഥിരം കാണുന്ന വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫറോ ദ്വീപുകളിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ശക്തമായ കാറ്റിനെ അഭിമുഖീകരിക്കുമ്പോൾ വെള്ളച്ചാട്ടം മുകളിലേക്ക് ഒഴുകുന്നു. ഗുരുത്വാകർഷണത്തെ കാറ്റിൽ പറത്തുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണിത്. അടുത്തത് കാലിഫോർണിയയിലെ സാന്താക്രൂസിലെ മിസ്റ്ററി സ്പോട്ട്. കാലിഫോർണിയയിലെ സാന്താക്രൂസിലെ വനത്തിലാണ് മിസ്റ്ററി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. 1939-ലാണ് ഇത് കണ്ടെത്തിയത്. അന്നു മുതൽ സഞ്ചാരികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇത് നിലകൊള്ളുകയാണ്. 1940-ലാണ് ഇത് പൊതുജനത്തിനായി തുറന്നുകൊടുത്തത്. ഘടനകളുടെ പ്രകടമായ ചെരിവ്, ഒറ്റപ്പെട്ട കോണുകളിൽ നടക്കുന്ന ആളുകൾ, ഗുരുത്വാകർഷണ നിയമങ്ങളെ വെല്ലുവിളിച്ച് മുകളിലേക്ക് ഉയരുന്ന വസ്തുക്കൾ എന്നിങ്ങനെയുള്ള അത്ഭുതകരമായ പ്രതിഭാസങ്ങൾക്ക് സന്ദർശകർ സാക്ഷ്യം വഹിക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ, ഗുരുത്വാകർഷണം പ്രവർത്തിക്കാത്ത സ്ഥലവുമുണ്ടെന്ന്? പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് സന്ദർശിക്കുക.